நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആത്മാവുള്ള ദിശ നേരെയാണെന്നാ കാണിക്കുന്നേ. ഈ യന്ത്രം ഉപയോഗിച്ച് അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. ദൈവമേ, എന്താ ഇത്? ആ സാത്താൻ അവനെ അന്വേഷിച്ച് ഇവിടം വരെ എത്തിയല്ലോ. ഒരല്പം മാറിയ പോലും ആ യന്ത്രം കാണിച്ചു കൊടുക്കും. ഞാനിപ്പോ എന്താ ചെയ്യാ? ഈ ഏലസ് കെട്ടിയാൽ അഘോരന്മാർക്ക് അവനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇതിലൊന്ന് നീയും അടുത്ത ഏലസ് ഏഴാമത് ആത്മാവും അണിയണം. ഇത് ധരിച്ചാൽ മാത്രമേ നീച ശക്തികളെ തടുത്തു നിർത്താൻ സാധിക്കൂ. ഇയാളാണെങ്കിൽ എപ്പോ നോക്കിയാലും എന്താ വേണ്ടെന്നും അറിയില്ല. വെള്ളമാണോ വേണ്ടേ? വേറെ എന്താ വേണ്ടെന്ന് പറ. ഇത് വെച്ച് ഞാൻ എന്താ ചെയ്യണ്ടേ? ഓ, ഇത് കെട്ടിത്തരണമല്ലേ? ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ കെട്ടിത്തരാം. ഇപ്പൊ ഓക്കെ ആയോ? ഏയ്, എന്തു പറ്റി? എന്താ ഈ ചെയ്യുന്നേ? അച്ഛാ, വിട് എന്നെ, വിടാൻ. എന്തു പറ്റി? എന്താ പ്രശ്നം? പറയേ. എന്നൊന്നും വിട്. വിടാൻ. എന്റെ ദേവി, രക്ഷപ്പെട്ടു. തൽക്കാലം ആപത്ത് നീങ്ങി. ഇയാൾക്കിതെന്താ പറ്റിയേ? ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെയാണല്ലോ കാണിക്കുന്നത്. ഇനി തലയിൽ വല്ല അടിയും കൊണ്ടതായിരിക്കോ? ഒന്നും ആലോചിക്കാതെ അച്ഛനെ വിളിച്ച് ഇയാളുടെ പെരുമാറ്റത്തിൽ പ്രശ്നമുണ്ടെന്ന് പറയും. ഹലോ ഹലോ, ഞാൻ ഗീതയാ. ഏത് ഗീത? ഋഷിയുടെ അമ്മ. ഓ, പറയൂ. സുഖായിരിക്കുന്നോ? ആ, സുഖായിരിക്കുന്നു. നിനക്ക് സുഖല്ലേ? നന്നായിരിക്കുന്നു. മോൾക്കൊരു കുഞ്ഞുണ്ടായെന്ന് ഋഷി പറഞ്ഞായിരുന്നു. കുഞ്ഞൊക്കെ സുഖായിരിക്കുന്നോ? ആ,
എല്ലാരും സുഖമായിരിക്കുന്നു. അതിരിക്കട്ടെ, പെട്ടെന്ന് എന്താ വിളിച്ചത്? അത് പിന്നെ നിങ്ങൾക്ക് എന്തോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് ഋഷി പറഞ്ഞിരുന്നു. നിങ്ങൾ പിന്നീട് എന്നെ വിളിച്ചതുമില്ല. അതാ ഞാൻ തന്നെ അങ്ങോട്ട് വിളിച്ചത്. എന്താ കാര്യം? എന്താണ് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഹലോ ഹലോ, ലൈനിലുണ്ടോ? ഉണ്ട്. പറയൂ, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണോ? അതെ, പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്നാ പറഞ്ഞോളൂ. പക്ഷേ ഇപ്പൊ ഞാനത് പറയുന്നില്ല. എന്തേ? എന്തു പറ്റി? ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ ലോക്കായിരിക്കുക. അതുകൊണ്ട് ഈ സമയത്ത് അത് പറഞ്ഞാൽ ശരിയാവില്ല. ഉം. അതുകൊണ്ട് ഞാനൊന്ന് ഫ്രീ ആയി കഴിയുമ്പോ നേരിട്ട് വന്ന ആ കാര്യം പറയാന്ന് വിചാരിക്കുക. ആയിക്കോട്ടെ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്നെ ഫോൺ വിളിക്കാം. താങ്ക് യു മാഡം. ശരി, എന്നാ പിന്നെ ഞാൻ വെക്കട്ടെ. ആയിക്കോട്ടെ. ബൈ. അച്ഛ, എന്താ മോളെ? അച്ഛനെന്താ ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയോ? അതെ, എന്തേ? എന്താണോ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്നലെ നന്ദയുടെ വീട്ടിൽ പോയിരുന്നെന്ന്. അവന്റെ വീട്ടുകാരെ കുറിച്ച് അച്ഛനോട് പറയാൻ വേണ്ടി വന്നപ്പോ അച്ഛൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ ഫോട്ടോസ് കാണിക്കാം. ഇത് നന്ദയുടെ ചേച്ചിയാ. ചേച്ചി എല്ലാരോടും പെട്ടെന്ന് ക്ലോസ് ആവുന്ന കൂട്ടത്തിലാ. വളരെ നല്ലൊരു ഫാമിലി അച്ഛാ. അവന്റെ അച്ഛനും അമ്മയും ചേച്ചിയും അനിയനും അനിയത്തിയും എല്ലാരും എന്ത് നല്ല പെരുമാറ്റ. നമ്മളെ പോലെ തന്നെ. സന്തോഷം എന്ന് പറയുന്നത് പണത്തിലല്ല, മനസ്സിലാണെന്ന് നന്ദയുടെ ഫാമിലിയെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ശരിക്കും എനിക്ക് അവരെ ഒരുപാട് അങ്ങ് ഇഷ്ടമായി അച്ഛാ. അച്ഛാ, അച്ഛൻ ഞങ്ങളുടെ പ്രണയം സമ്മതിച്ചതുപോലെ എനിക്ക് വേണ്ടി ഒരു കാര്യം കൂടി ചെയ്തു തരണം അച്ഛാ. എന്താ ചെയ്യണ്ടേ? എന്റെ ലൈഫ് പാർട്ട്ണർ ആവാൻ പോകുന്ന നന്ദയെ എന്റെ ബിസിനസ്സിലും കൂടി പാർട്ട്ണർ ആക്കണം അച്ഛാ. എനിക്കും അവനും കൂടെ ചേർന്ന് ഒരു ബെസ്റ്റ് ആനിമേഷൻ കമ്പനി തുടങ്ങണമെന്നുണ്ട്. അതിന് അച്ഛൻ ഞങ്ങളെ സഹായിക്കണം. നിങ്ങളുടെ മോള് സ്നേഹിക്കുന്ന പയ്യൻ അകാല മൃത്യുവിന് ഇരയാകുമെന്നാണ് ഞാനിതിൽ കാണുന്നത്. എന്താ അച്ഛാ, അച്ഛൻ ഓക്കെ അല്ലേ ഇത്? അത് ചെയ്യാം മോളെ. എന്താ അച്ഛാ, മനസ്സിലെന്തോ വിഷമമുള്ളതുപോലെ? ഇല്ല മോളെ, ഒരു കുഴപ്പമില്ല. അല്ല, അച്ഛൻ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. എന്റെ സന്തോഷാണ് അച്ഛന്റെ സന്തോഷം എന്ന് എപ്പോഴും പറയാറില്ലേ? എന്നിട്ടിപ്പോ അച്ഛന്റെ മുഖത്ത് ആ സന്തോഷമില്ലല്ലോ. കാര്യം എന്താന്ന് പറയച്ചാ? ഒന്നുമില്ല മോളെ, ശരീരത്തിന് എന്തോ ഒരു സുഖക്കുറവ് പോലെ. എന്താ അച്ഛന് വയ്യുന്നോ? ആന്റി, കവിത, അനിത, വസന്ത്, ഒന്ന് പെട്ടെന്ന് വന്നേ. അച്ഛൻ എന്തോ വയ്യുന്ന്. എന്താ അച്ഛൻ പറയാതിരുന്നേ? ഇത് നിക്ക്, ഞാൻ ഡോക്ടറെ വിളിക്കാം. മോളെ മോളെ മോളെ, വേണ്ട വേണ്ട വേണ്ട, അത്രയ്ക്കൊന്നുമില്ല. എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? ഇത് ബിസിനസിന്റെ ചില അസ്വസ്ഥതയാ. ശരിയായിക്കോളൂ. Are you sure? I'm very sure. പിന്നെ അച്ഛാ, നന്ദയെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞിരുന്നില്ലേ? എന്നിട്ട് അച്ഛൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഒന്നും പറയാനുള്ള ഒരു മൂഡിലല്ല മോളെ. എനിക്ക് കുറച്ചുകൂടെ സമയം എന്താ. ഞാനൊന്ന് നോർമലായി കഴിയുമ്പോ എല്ലാം നിന്നോട് പറയാം. അതുപോലെ അച്ഛാ, എല്ലാം ഓക്കെ അല്ലേ? അച്ഛൻ എന്നോട് ഒന്നും മറക്കുന്നില്ലല്ലോ? എല്ലാം ഓക്കെ തന്നെയാ. നമുക്കിതിനെ പറ്റി പിന്നീട് സംസാരിക്കാം. ഓക്കെ, ഗുഡ്.